കാഴ്ചയും ഉൾക്കാഴ്ചയും തെളിക്കുന്ന സൂര്യക്ഷേത്രം. ലോകത്ത് എവിടെ നിന്നാലും സൂര്യനെ കാണാം. ജീവനുള്ള സർവചരാചരങ്ങൾക്കും നേരിട്ട് കാണാനാകുന്ന ദേവൻ. ഭൂമിദേവിയെ തൊട്ടുവണങ്ങി സൂര്യനെ തൊഴുതാണ് എത്രയെത്ര തലമുറകൾ ഒരു ശുഭദിനം ആരംഭിച്ചിരുന്നത്. ഇപ്പോഴും ആ സുവർണ പാരമ്പര്യത്തിന് നാശം സംഭവിച്ചിട്ടില്ല. ഒറീസയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രം ലോക പ്രശസ്തമാണ്. അതുപോലെ തമിഴ്നാട്ടിലെ ചിദംബര ക്ഷേത്രത്തിലും സൂര്യപ്രതിഷ്ഠയുണ്ട്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരുടെ തിരുശിരസ്സുകൾ ചേർന്നതാണ് ഇവിടുത്തെ സൂര്യപ്രതിഷ്ഠ. മിക്ക ക്ഷേത്രങ്ങളിലും നവഗ്രഹ പ്രതിഷ്ഠകളുണ്ട്. അതിൽ സൂര്യദേവനും ഉണ്ട്. സൂര്യദേവനായി മാത്രമുള്ള ക്ഷേത്രങ്ങൾ കേരളത്തിൽ കുറവാണ്. കോട്ടയം ജില്ലയിലെ ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം ഇപ്പോൾ പ്രശസ്തിയുടെ മധ്യാഹ്നപ്രഭയിലാണ്. കാഴ്ചയും ഉൾക്കാഴ്ചയും വർദ്ധിപ്പിക്കുന്നത് സൂര്യഭഗവാനാണ്. കാലവും കാലചക്രവും ഋതുഭേദങ്ങളുമൊക്കെ ആദിത്യനെ അടിസ്ഥാനമാക്കിയാണ്. നമ്മുടെ പഞ്ചാംഗം, കലണ്ടർ എന്നിവയുടെയൊക്കെ ഗണിതവും ഗണനയുമെല്ലാം സൂര്യനെ കേന്ദ്രമാക്കിയാണ്. ഏറ്റുമാനൂർ വൈക്കം റോഡിൽ കുറുപ്പന്തറ പിന്നിട്ട് ക്ഷേത്രത്തിലേക്ക് നീങ്ങുമ്പോൾ സഹസ്രകിരണനായ സൂര്യൻ കൗമാര തേജസ് പിന്നിട്ടിരുന്നു. ഇടയ്ക്കിടെ ചന്നം ഭിന്നം മഴ. പ്രശസ്തമായ കടുത്തുരുത്തി, മള്ളിയൂർ എന്നീ ക്ഷേത്രങ്ങളും അധികം അകലെയല്ല. കോട്ടയത്ത് നാലമ്പല ദർശനത്തിന് എത്തുന്ന പലരും ഇപ്പോൾ സൂര്യക്ഷേത്രവും സന്ദർശിക്കുന്നുണ്ട്. നമ്മുടെ എല്ലാ ഉപമകളുടെയും കൊടുമുടിയാണ് സൂര്യൻ. നാം പറയാറുണ്ടല്ലോ, ജ്ഞാനസൂര്യൻ, കാവ്യസൂര്യൻ, സ്നേഹസൂര്യൻ എന്നിവയ്ക്കപ്പുറം എന്ത് ഉപമയാണുള്ളത് സൂര്യനപ്പുറം? സൂര്യ നമസ്കാരം മുമ്പ് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകം തന്നെയായിരുന്നു. ചാണകം കൊണ്ട് രാവിലെ മെഴുകിയ വൃത്തം, അതിനെ നാം ഭൂമിയോ സൗരയുധമോ ആയി സങ്കല്പിക്കുന്നു. സൂര്യനെ നമിച്ച് തുളസിയിലയോ തെറ്റിപ്പൂവോ അതിലേക്ക് അർപ്പിക്കുന്നു. പിന്നെ ജപമായി. മിത്രായരവേ ഭാനവേ കഹായ സൂര്യായ പൂഷ്ണേ ഹിരണ്യഗർഭായ മരീചയെ ആദിത്യായ സവിത്രയെ അർക്കായ ഭാസ്കരായ ഛായാസപ്ഞ സമേത ശ്രീ സൂര്യനാരായണ സ്വാമിനേ നമോ നമ. പ്രഭാത സൂര്യൻ നമുക്ക് ഊർജവും ഉൾക്കാഴ്ചയും തരുന്നു. ആധുനിക ശാസ്ത്രവും അത് അംഗീകരിക്കുന്നു. പ്രഭാത സൂര്യകിരണങ്ങളിലെ പോഷകാംശവും ഔഷധാംശവും ആധുനിക ശാസ്ത്രം അടിവരയിട്ട് സമ്മതിക്കുന്നു. ആദിത്യപുരം സൂര്യദേവ ക്ഷേത്രം എന്ന ബോർഡ് കാണുമ്പോൾ തന്നെ ഭക്തിയും ശാന്തിയും പ്രകാശപൂർണമാകുന്നു. ഗ്രാമീണ വിശുദ്ധി നിറഞ്ഞ ക്ഷേത്രമുറ്റവും പരിസരവും. ഞായറാഴ്ചകളിലാണ് സൂര്യക്ഷേത്ര ദർശനത്തിനെത്തുന്നവർ കൂടുതൽ. ദേഹാദേഹികൾക്കെല്ലാം ഊർജവും ശക്തിയും പകരുന്ന സൂര്യൻ സൗരയൂഥത്തിലെ കർമ്മസാക്ഷിയുമാണല്ലോ. പടിക്കെട്ടുകൾ ഇറങ്ങിച്ചെല്ലുമ്പോൾ ആദ്യം കാണുന്നത് ദുർഗാപ്രതിഷ്ഠ. കിഴക്കോട്ടാണ് ദർശനം. ദുർഗാ സൂക്തങ്ങൾ മനസ്സിൽ ഉരുവിടുമ്പോൾ സൂര്യൻ മഹാമായയെ തപസ് ചെയ്ത പ്രസിദ്ധമായ കഥ ഓർത്തുപോയി. ആദിയിൽ പ്രപഞ്ച സൃഷ്ടിയിൽ മറ്റ് ദേവീദേവന്മാരിൽ നിന്ന് വ്യത്യസ്തമായി എല്ലാവർക്കും കാണാവുന്ന പ്രത്യക്ഷ സ്വരൂപം സൂര്യന് മാത്രം ലഭിച്ചു. എന്നാൽ ശക്തി മറ്റുള്ളവർക്കൊപ്പം തന്നെ. അസംതൃപ്തനായ സൂര്യൻ മഹാമായയെ തപസ് ചെയ്തു. അങ്ങനെ 6 നാഴിക പുലരുന്നതുവരെ മറ്റു ദേവീദേവന്മാർക്കുള്ള ശക്തി കൂടി സൂര്യന് ലഭിച്ചത്രേ. ദുർഗാദേവിയും ആദിത്യദേവനും ഒരേപോലെ ദർശനം നൽകുന്ന ആദിത്യപുരം എന്നതാണ് ക്ഷേത്രത്തിൻ്റെ ഒരു വലിയ സവിശേഷത. ദുർഗാദേവിയെ വണങ്ങി നീങ്ങുമ്പോൾ യക്ഷിയമ്മ, പിന്നെ ശാസ്താവ്. ക്ഷേത്രപ്രതിഷ്ഠയെക്കുറിച്ച് നിരവധി വിശ്വാസങ്ങളുണ്ട്. മരങ്ങാട്ട് മനയിലെ സൂര്യഭക്തനായ ഒരു നമ്പൂതിരി ഒരിക്കൽ സൂര്യനെ തപസ് ചെയ്തു. ആ തപസ്സിൽ പ്രസാദിച്ച സൂര്യൻ കനിഞ്ഞു അദ്ദേഹത്തിന് വരം നൽകി. വരമായിട്ട് നൽകിയതാകട്ടെ സൂര്യബിംബവും. അതാണ് വൃത്താകൃതിയിലുള്ള ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. സൂര്യദേവനെ ധ്യാനിച്ച് വരം നേടിയ എത്രയോ കഥകൾ നാം മഹാഭാരതത്തിൽ കണ്ടിട്ടുണ്ട്.
തനിക്ക് ലഭിച്ച വരത്തിൻ്റെ ബലം പരീക്ഷിക്കാൻ കുന്തിദേവി ആദ്യം പ്രാർത്ഥിച്ചത് സൂര്യഭഗവാനെ. സൂര്യൻ പ്രസാദിച്ചു. നൽകിയതാകട്ടെ കവചകുണ്ഡലങ്ങളോടുകൂടിയ കർണനെ. പാഞ്ചാലിക്ക് അക്ഷയപാത്രം സമ്മാനിച്ചതും സൂര്യഭഗവാൻ തന്നെ. നവഗ്രഹങ്ങളിൽ സൂര്യനുണ്ടെങ്കിലും സൂര്യക്ഷേത്രത്തിൽ നവഗ്രഹ പ്രതിഷ്ഠയില്ല. സൂര്യൻ്റെ പര്യായമാണല്ലോ ഞായർ. ആ ദിവസമാണ് ഇവിടെ ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെടുന്നത്. ചതുർബാഹുവായ സൂര്യൻ പടിഞ്ഞാറ് ദർശനമായി ധ്യാനാവസ്ഥയിൽ ഇവിടെ കുടികൊള്ളുന്നു. രക്തചന്ദനമാണ് ഇവിടുത്തെ പ്രസാദം. ത്വക്ക് രോഗങ്ങൾക്കും വെള്ളപ്പാണ്ടിനും അത് ഔഷധമാണെന്നാണ് വിശ്വാസം. നേത്രരോഗങ്ങൾക്ക് സൂര്യവിഗ്രഹത്തിൽ അഭിഷേകം ചെയ്ത എണ്ണയും മഷിയും ചേർത്തുണ്ടാക്കുന്ന ഒരു പ്രത്യേക കൂട്ട് ഉത്തമ ഔഷധമാണെന്ന് അനുഭവസ്ഥർ പറയുന്നു. ഇവിടുത്തെ രക്തചന്ദന കാവടിയും പ്രസിദ്ധമാണ്. ആ കാവടി നടക്കുന്ന ദിവസം മരങ്ങാട്ടുമനയിലെ ഒരംഗം നിർബന്ധമായും ഇതിൽ പങ്കെടുക്കാറുണ്ട്. മധ്യാഹ്ന പൂജ തൊഴുത് രക്തചന്ദന പ്രസാദം വാങ്ങി പുറത്തിറങ്ങുമ്പോൾ സൂര്യൻ്റെ ഉരുകി ഒലിക്കുന്ന തങ്കശോഭ മാനത്തും അതിൻ്റെ പത്തരമാറ്റ തിളക്കം വെയിലായും അനുഭവപ്പെട്ടു. കാണപ്പെട്ട സൂര്യനെ ഒന്നുകൂടെ മനസ്സിലേക്ക് ധ്യാനിച്ച് ആവാഹിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു.